വാത്സല്യമുള്ള ഷാലോമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നവംബർ മാസം സാർവത്രിക സഭ പ്രത്യേകിച്ച് ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് മരണത്തെക്കുറിച്ചും മരിച്ചവരെക്കുറിച്ചും പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്ന അവസരമാണ്. ഈ സന്ദർഭം ഉപയോഗിച്ച് ഷാലോം ടെലിവിഷൻ അവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മരണത്തിൻ്റെ മഹാരഹസ്യത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒരവസരമൊരുക്കുകയാണ് ഈ ധ്യാനത്തിലൂടെ. ഈ ധ്യാനത്തിലൂടെ നിങ്ങളുമായിട്ട് ഞാനും പ്രാർത്ഥനാപൂർവം മരണമെന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. വിശുദ്ധനായ അൽഫോൺസ് ലിഗോരി ഇപ്രകാരമാണ് പറയുന്നത്: മരണവും മരിച്ചവരെ കബറടക്കപ്പെട്ടിരിക്കുന്ന സെമിത്തേരിയും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രമാണ്. അതിനേക്കാൾ വലിയൊരു ധ്യാനകേന്ദ്രം ഈ ലോകത്തിലില്ല. ഈ ദിവസങ്ങളിലെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഷാലോമിലെ ടെലിവിഷൻ മിനിസ്ട്രിയോടൊത്ത് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഹൃദയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. കുരിശിൽ മരിച്ച് മരണത്തെ മഹത്വപൂർണ്ണമാക്കിയ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവേ, മരണം എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഈ ധ്യാന വിചിന്തനങ്ങൾ നിൻ്റെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കുരിശിൻ്റെ താഴെ നിനക്ക് കാവലായിട്ട് നിന്ന നിൻ്റെ അമ്മയോടും സകല വിശുദ്ധരോടും ഈ ധ്യാനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയിൽ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ തോമസ് അക്വിനാസ് ദൈവശാസ്ത്രജ്ഞന്മാരിലെ ഏറ്റവും പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദൈവശാസ്ത്ര വിഷയങ്ങളിലെ ഏറ്റവും പിടികിട്ടാത്ത മഹാരഹസ്യം മരണമാണ്, മരണാനന്തര ജീവിതമാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം മരിച്ചവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഇന്ന് വരെ മരിച്ച ആരും തിരിച്ചു വന്നിട്ടില്ല. ധനവാന്റെയും ലാസറുടെയും കഥയിലെ ധനവാൻ അവസാനമായിട്ട് കർത്താവിൻ്റെ മുൻപിൽ വെച്ച ഒരപേക്ഷയുണ്ട്: എൻ്റെ സഹോദരങ്ങൾ എന്നേക്കാൾ കുഴപ്പക്കാരാണ്, ഞാൻ അനുഭവിക്കുന്ന ഈ പീഡകൾ അവരറിഞ്ഞാലേ കുറേ കൂടെ നന്നായിട്ട് ജീവിക്കും. അതുകൊണ്ട് നീ ആരെങ്കിലും ഒരാളെ, പ്രത്യേകിച്ച് ലാസറിനെ, എൻ്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് വിടണം. ലാസർ തിരിച്ചു ചെന്നിട്ട് എൻ്റെ കഷ്ടപ്പാട് അവരോട് പറഞ്ഞാലേ അവർ മാനസാന്തരപ്പെടും. പക്ഷെ കർത്താവ് അതിന് കൊടുത്ത മറുപടി, അവർക്ക് അവിടെ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഉണ്ട്. ഒരുപക്ഷെ ഈ ധ്യാനം അത്തരത്തിലുള്ളൊരവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കരുതേണ്ടത്. മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ തന്നെ ഒരു കഥ പറയുകയാണ്. എനിക്ക് പട്ടം കിട്ടുമ്പോൾ 24 വയസ്സേ ഉള്ളൂ. എൻ്റെ ബാച്ചിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈദികൻ ഞാനായിരുന്നു. അന്ന് ഈ പാവപ്പെട്ട അച്ഛന്മാർ വാർദ്ധക്യത്തിൽ
അവർക്ക് ഒരു സുരക്ഷിതത്വമോ ഒരു വെൽഫെയറോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ റിട്ടയർ ചെയ്തിട്ട് രോഗികളായിട്ട് സഹായമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലത്ത് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി, ദൈവമേ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഇടയാക്കരുത്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു 45 വയസ്സാകുമ്പോൾ തട്ടിലച്ചൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണു മരിക്കാൻ നീ കൃപ നൽകണേ. ഒരുപക്ഷെ നിങ്ങൾ കുട്ടിക്കുറുമ്പായിട്ട് അതിനെ കരുതുമായിരിക്കാം. അറിവില്ലാത്തത് കൊണ്ട് അന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്. പക്ഷെ എനിക്ക് 45 വയസ്സായപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞത് നീ മറക്കണേ, നീ പൊറുക്കണേ. ഇപ്പം എനിക്ക് 61 വയസ്സായി. മരിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അല്ല, ഇപ്പം ആരോഗ്യമുണ്ട്, എനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഷുഗറില്ല, കൊളസ്ട്രോളില്ല, പ്രഷർ വളരെ നോർമലാണ്, ജീവിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി തമ്പുരാൻ മറിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, പിടിച്ചു നിൽക്കാൻ എനിക്കിഷ്ടമുണ്ടെന്നുള്ളതാണ്. മരണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ ആർക്കും മരണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണം സത്യത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്നൊരനുഭവമാണ്. കാരണം മരണത്തെക്കുറിച്ച് പഴയ നിയമവും അപ്പസ്തോലനായ പൗലോസും പറയുന്നത് അതൊരു ശിക്ഷയാണ്. പാപത്തിൻ്റെ ഫലമായിട്ടാണ് മരണം ഈ ലോകത്തെ വന്നത്. അതുകൊണ്ട് മരണം ഭയാനകമാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ മരണത്തോടുള്ള ഈ വലിയ ഭയം തീർക്കാൻ പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നത് പോലെ തൻ്റെ ഏകജാതനെ മരണത്തിലൂടെ നമുക്ക് വിലയായി, ബലിയായി നൽകി. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് മരണത്തെക്കുറിച്ച് പറയുന്നത്, എനിക്ക് ജീവിക്കുക ക്രിസ്തുവാണ്, മരിക്കുക ലാഭമാണ്. മരണം ഒരു ശാപമല്ല, മരണം ഒരു ശിക്ഷയല്ല. മരണം സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടെ, കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടാൽ അത് ഒരു സാധ്യതയാണ്, ഒരു അനന്ത സാധ്യത. മരണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കഥ, പക്ഷെ മരണത്തിൻ്റെ അർത്ഥം മുഴുവൻ വ്യക്തമാക്കുന്ന ഒരു കഥ. ഈ കഥയുടെ ഒരു പശ്ചാത്തലം മരണത്തെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കാൻ ഇടയായ ഒരു കവിയത്രിയുണ്ട്, സിസ്റ്റർ മേരി ബെനീഞ്ഞ. മേരി ബെനീഞ്ഞയുടെ മരണത്തെക്കുറിച്ചുള്ള വലിയ ധ്യാനചിന്തകളാണ് ലോകമേ യാത്ര. ഈ കവിതയിൽ ഒരിടത്ത് ബെനീഞ്ഞമ്മ ഒരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. ആ സന്ദർഭം ഇപ്രകാരമാണ്: ഒരു സായം സന്ധ്യ, ഇരുളു മൂടിയ സന്ധ്യ, വെളിച്ചം നന്നേ കുറവ്, അന്തരീക്ഷം ആകെ നിശബ്ദം, രാത്രികാലങ്ങളിലെ ഒച്ച വയ്ക്കുന്ന കീടങ്ങളും ജീവികളും മാത്രം ശബ്ദിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി പള്ളിയുടെ മുറ്റത്തിലൂടെ സിമിത്തേരിയുടെ ഭാഗത്തോട്ട് യാത്ര ചെയ്യുന്നു. പള്ളിയുടെ മോണ്ടളത്ത് വികാരിച്ചൻ ജപമാല പ്രാർത്ഥിച്ച് നടക്കുകയാണ്. ഈ കുഞ്ഞ് ഇരുളു മൂടിയ ഭയപ്പെടുത്തുന്ന സന്ധ്യയിൽ സിമിത്തേരി ലക്ഷ്യമാക്കിയിട്ട് കടന്നു പോകുന്ന കണ്ടിട്ട് കൊച്ചിന് അച്ഛൻ ഇഷ്ടത്തോടെ വിളിച്ചു, കുഞ്ഞേ, എങ്ങോട്ടാ പോകുന്ന കുട്ടി? സിമിത്തേരി ലക്ഷ്യമാക്കിയിട്ടാണ് മോള് പോകുന്നേ, മോൾക്ക് പേടി തോന്നുന്നില്ലേ?
കുഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് ഒരു മന്ദസ്മിതത്തോട് അച്ഛനോട് പറഞ്ഞു അത്രേ, ഫാദർ എന്തിനാ ഞാൻ പേടിക്കുന്നേ? ഫാദറിനറിയാമോ ആ സിമിത്തേരി അതിൻ്റെ അപ്പുറത്തൊരു വീട് കണ്ടു, വെള്ള വീട്, വൈദ്യുത വെളിച്ചമുള്ള വീട്, അതെൻ്റെ അപ്പൻ്റെ വീടാ. ഈ സിമിത്തേരിക്ക് അപ്പുറത്താണ് എൻ്റെ അപ്പൻ്റെ വീട്. ഒരുപക്ഷെ മരണമെന്ന യാഥാർത്ഥ്യം നിർവചിക്കാൻ എന്നോട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു നിർവചനമില്ല. മരണം അപ്പൻ്റെ വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശനമാണ്. മരണം ഭയപ്പെടുത്തുന്ന, മരണം എന്തോ ഭീകരമായ ഒരു നഷ്ടമല്ല. മരണം സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട ഒരു അന്ത്യമാണ്. ആ അന്ത്യം ഒന്നിൻ്റെ അവസാനമല്ല, പലതിൻ്റെ ആരംഭമാണ്. അമേരിക്കക്കാർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ് ജോൺ എഫ് കെനഡി. അദ്ദേഹം ടെക്സസിൽ വെച്ച് വെടിയേറ്റാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഒരു കുഞ്ഞു വാചകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതേപ്രകാരമാണ്, കുരിശിൻ്റെ താഴെ, ഫോർ മെനി ഹിയർ ഈസ് ദ എൻഡ്, ബട്ട് ഫോർ മീ ഹിയർ ഈസ് ദ ബിഗിനിങ്. ലോകത്തിൽ ഒരുപാട് മനുഷ്യർക്ക് ഈ കല്ലറ അവസാനമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തീവ്രമായ ആഴപ്പെടലേ എനിക്കും നിങ്ങൾക്കും സംഭവിക്കണമെങ്കിലേ മരണമെന്ന യാഥാർത്ഥ്യത്തെ മഹത്വപൂർണമായിട്ടുള്ളൊരു അനുഭവമായി കാണാനും സ്വീകരിക്കാനും ധ്യാനിക്കാനും നമ്മൾ പഠിക്കണം. മരണത്തെ ഏറ്റവും സന്തോഷമായിട്ട് സ്വീകരിച്ച ഒരു വിശുദ്ധൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായേക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അസീസിലെ ഫ്രാൻസിസ് ആണ്. നിങ്ങൾക്കറിയാം, അസീസിലെ ഫ്രാൻസിസ് തൻ്റെ മരണ ദിവസം തൻ്റെ സഹോദരനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ നഗ്നനായിട്ട് ജനിച്ചു, ഞാൻ നഗ്നനായിട്ട് എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിങ്ങളെന്നെ അനുവദിക്കണം. ഈ ലോകത്തിൽ നിന്ന് ഞാൻ വാരിക്കൂട്ടിയതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ വന്നതുപോലെ നിഷ്കളങ്കനായിട്ട് തിരിച്ചു പോകാൻ നിങ്ങളെന്നെ തറയിൽ കിടത്തണം. അസീസിലെ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ഒക്ടോബർ 4-ാം തീയതിയാണ് ആഘോഷിക്കുക. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ പാരമ്പര്യമുള്ള സന്യാസ ഭവനങ്ങളിൽ പോയാലേ തലേദിവസം രാത്രി ഫ്രാൻസിസിൻ്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുക്കർമ്മമുണ്ട്. ആ തിരുക്കർമ്മത്തിന് അവർ വിളിക്കുന്ന പേര് ട്രാൻസിത്തുസ് എന്നാണ്, കടന്നുപോക്കൽ, പസോവർ. ഈ ലോകത്തിലെ ജഡബദ്ധമായ ലോകബദ്ധമായ എല്ലാറ്റിനെയും വിട്ടുപേക്ഷിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതാണ് മരണം, ട്രാൻസിത്തുസ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് സഭയുടെ പാരമ്പര്യം പറയുന്നത് അമ്മ മരിച്ചില്ല. അമ്മയുടെ മരണത്തെ സത്യത്തിലെ സഭ ആഘോഷിക്കുന്നത് ദുർമീസ്യോ എന്ന് പറഞ്ഞിട്ടാണ്. അമ്മ മരണത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അമ്മ ഉറങ്ങി. എന്തിന്? സ്വർഗത്തിൽ ഉണരാൻ. അമ്മയുടെ അതുകൊണ്ട് എപ്പോഴും സ്വർഗാരോഹണത്തെ മലയാള ഭാഷയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിളിച്ചത് എന്താണെന്ന് അറിയാമോ? കരകയറ്റു മാതാവിൻ്റെ പെരുന്നാൾ. അമ്മ സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ടതിൻ്റെ തിരുനാൾ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, മരണം നിഷേധാത്മകമായ ഒരു യാഥാർത്ഥ്യമല്ല, മരണം സർഗാത്മകമായ ഒരു സാധ്യതയാണ്. മരണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാനും നിങ്ങളും ജാഗരൂകരായിരിക്കണമെന്നാണ്
കർത്താവ് എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. മരണം ഒരു വലിയ സാധ്യതയാണെങ്കിൽ ഈ സാധ്യതയിൽ എൻ്റെയും നിങ്ങളുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. മരിച്ച ശേഷം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിശ്വാസത്തിലൂടെ അറിയാമെങ്കിലും അതനുഭവിച്ചാരും തന്നെ തിരിച്ചു വന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഞാൻ നാളെ മരിക്കുമെന്ന് എനിക്ക് ഇന്നറിയാമെങ്കിൽ ഞാൻ എത്ര ശ്രദ്ധാലുവായിരിക്കും, ഞാൻ എത്ര ജാഗരൂകനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് മരണത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകളെ മുഴുവൻ വിശുദ്ധീകരിച്ചത്. അത് രാത്രിയിൽ കള്ളൻ എന്ന പോലെ കടന്നു വരും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കുവിൻ. ഒരു കള്ളൻ നിങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളോട്, അതായത് ഞാൻ ഇത്ര മണിക്ക് വന്ന് നിങ്ങളുടെ വീട് കവർച്ച ചെയ്യുമെന്ന് നിങ്ങളെ അറിയിക്കുമെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങൾക്ക്. പലപ്പോഴും കള്ളന്മാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ ഒരിക്കലും കരുതാത്ത നിമിഷത്തിൽ കടന്നു വരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഷമ്മാശനായിട്ടിരിക്കുന്ന സമയത്ത് വലിയ ആഴ്ചയിൽ ഒരു പള്ളിയിൽ സഹായിക്കാൻ പോയതാണ്. തലേദിവസം അത്താഴം കഴിക്കുന്ന സമയത്ത് വികാരിച്ചന് ഞാൻ സംസാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഷമാശൻ അറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഷമാശൻ നേരത്തെ എഴുന്നേൽക്കണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാലുകഴുകൽ കർമ്മം, പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം, തുടർന്നുള്ള ആരാധന, പൂവാരി എറിയുന്ന കുട്ടികളെ ഒരുക്കണം, അൾത്താര കുഞ്ഞുങ്ങളുടെ കൂടെ പെസഹ വിരുന്ന് കഴിക്കണം. എല്ലാറ്റിനും ചമാച്ചൻ മുന്നിലുണ്ടാകണം. പക്ഷെ രാവിലെ ഞാൻ ഉണർന്നു, പക്ഷെ വികാരിച്ചൻ ഉണർന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, എന്നോട് ഇത്ര നിർബന്ധമായിട്ട് നേരത്തെ ഉണരണമെന്ന് പറഞ്ഞ് വികാരിച്ചൻ എന്തുകൊണ്ട് ഉണരുന്നില്ല? ഞാൻ കപ്പ്യാരെ പോയി കണ്ടു പറഞ്ഞു, അച്ഛൻ എഴുന്നേറ്റിട്ടില്ല. കപ്പ്യാർ വന്ന് തട്ടി വിളിച്ചു, അച്ഛൻ ഉണർന്നില്ല. കൈക്കാരന്മാരെ വന്നു. പെസഹ വ്യാഴം ആയതുകൊണ്ട് പള്ളി നിറയെ ആളുകളാണ്. എല്ലാവരും കൂടെ വാതിൽ തുറന്നപ്പോൾ അച്ഛൻ യാത്രയായി. ഒരുപക്ഷെ തലേ ദിവസം പെസഹ വ്യാഴത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിച്ച അച്ഛനെ താൻ നാളെ പ്രഭാതത്തിൽ പെസഹ വ്യാഴാഴ്ച ഉണ്ടാകില്ലെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കള്ളൻ രാത്രിയിലെ നിങ്ങൾ നനച്ചിരിക്കാത്ത നിമിഷം കടന്നു വരുന്നത് പോലെയാണ് മരണം. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് ഈ വലിയ അസാധ്യതയിലാണ്. ഞാൻ എപ്പോൾ മരിക്കും, ഞാൻ എന്ന് മരിക്കും, ഞാൻ എങ്ങനെ മരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ അജ്ഞത എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഒരു ഭയപ്പാടുണ്ട്. ആ ഭയപ്പാട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ മരണത്തെ രക്ഷാകരമാക്കി മാറ്റാനുള്ള ഒരു ഭയപ്പാടാണ്. മരണത്തെ ഭയപ്പെടേണ്ടത് അത് എപ്പോൾ വരുമെന്ന് എനിക്കറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആകണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, സദാ ജാഗരൂകരായിരിക്കുവിൻ. എപ്പോൾ മരണം വന്നാലും നിങ്ങൾ സുസജ്ജരായിരിക്കുവിൻ. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും യുദ്ധത്തിൻ്റെ കാഹളം അതൊരു വലിയ മുന്നറിയിപ്പാണ്. ഈ കാഹളം ഏത് സമയത്തും വിളിക്കാം. അത് പ്രഭാതത്തിലും വിളിക്കാം, അത് മധ്യാഹ്നത്തിലും വിളിക്കാം, അത് പ്രദോഷത്തിലും വിളിക്കാം, അത് പാതിരാത്രിയിലും വിളിക്കാം. ഈ കാഹളം മുഴങ്ങിയാൽ ഇസ്രായേൽ മക്കള് യുദ്ധസജ്ജരാണ്. മരണം ഒരു യുദ്ധകാഹളമാണ്. എൻ്റെ കയ്യിൽ ആയുധമുണ്ടോ?
എൻ്റെ യാത്ര ഭക്ഷണമുണ്ടോ? എൻ്റെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധ്യതകളുണ്ടോ? ഇത് ഞാനും നിങ്ങളും കരുതലുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. പരീക്ഷയ്ക്ക് മണിയടിച്ചിട്ടും പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കഴിയാത്ത കുഞ്ഞുങ്ങളുടെ വെപ്രാളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരീക്ഷാ ഹാളിൽ തന്ന സമയം കഴിഞ്ഞിട്ടും എഴുതേണ്ട ഉത്തരങ്ങൾ എഴുതിത്തീരാത്ത കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെയാണ് നമ്മൾ പറയുന്നത് വെപ്രാളമെന്ന്. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം വെപ്രാളത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറുന്ന ഒരു സന്ദർഭമുണ്ട്. മരണത്തെക്കുറിച്ച് സീറോ മലബാർ ആരാധനക്രമത്തിൽ പാടുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് നിങ്ങളെ പാടിക്കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ മരണത്തെക്കുറിച്ചുള്ള ധ്യാനം പേടിപ്പെടുത്തുന്നൊരു അനുഭവമാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ആ പാട്ട് പാടുന്നത്. പക്ഷെ ആ പാട്ടിൻ്റെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള രക്ഷാകര രഹസ്യങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിനെ ആസ്പദമാക്കിയുള്ള മഹാരഹസ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ആ പാട്ട് ഇപ്രകാരമാണ്: മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, കെട്ടുനെടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി, മിഴുനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നീതാൻ ആലംബം. ഞാൻ ഈ പാട്ടിൻ്റെ പശ്ചാത്തലം ഒരു തൃശ്ശൂരിൻ്റെ കോണ്ടെക്സ്റ്റിലൊന്ന് പറയുകയാണ്. രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയും പത്രവുമായിട്ട് കക്കൂസയിലേക്ക് പോയ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയ ഒരു ചേട്ടൻ ദീർഘമായിട്ട് പത്രം വായിച്ച് ആവശ്യങ്ങൾ നടത്തി പുറത്തു വരുന്ന സമയം കാത്ത് ഭാര്യ നിൽക്കുക. പക്ഷെ പുറത്തു വരുന്നില്ല. വെള്ളക്ഷാമമുള്ള കാലമാണ്. പൈപ്പ് തുറന്നിട്ടുണ്ട്. ഭാര്യ പുറത്തുനിന്ന് വിളിച്ച് ചോദിച്ചു, അല്ല നിങ്ങൾ ഈ വെള്ളം ഇല്ലാത്ത കാലത്ത് കുട്ടികൾ വെള്ളം കൊണ്ട് കളിക്കുന്നത് പോലെ പൈപ്പ് തുറന്നിട്ട് കളിക്കുകയാണോ? മിണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പത്രം ഉണ്ടായിരുന്നു, മനോരമ, ദീപിക, എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്നു. ഓരോന്നും മാറി മാറി വായിക്കുക, എല്ലാ ന്യൂസും അറിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ജ്യേഷ്ഠൻ ഈ പാട്ട് കേൾക്കുന്നത്. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ചേട്ടൻ പറഞ്ഞു, നോക്കിയേ എന്താ മാലാകെ ഈ അസമയത്ത്? ഞാനൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോലുമില്ല, ഒന്ന് മേക്കപ്പ് ചെയ്യാനുള്ള സമയം മാത്രമല്ല, ഈ കട്ടൻ കാപ്പി കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ പ്രാതലൊരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അല്പസമയം. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ, നീ താൻ നാദാവലംബം. എനിക്ക് പ്രാർത്ഥന കേട്ട് ദൂതൻ പോസിറ്റീവായിട്ട് ഒരു മറുപടി പറഞ്ഞില്ല. ദൂതൻ പറഞ്ഞു, വീസ ഒപ്പിട്ടിട്ടുള്ള കടലാസമാണിത്, ഇത് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കൈവച്ചിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയും, എത്ര പേരാണ് നമ്മോട് യാത്ര നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചോദിച്ചു പോയിട്ടുള്ളത്? മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടാറില്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ പുത്തൻപള്ളിയിലെ ഊട്ടുപെരുന്നാളിനോടനുബന്ധിച്ച് നേർച്ച വെഞ്ചരിക്കാനുള്ള കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വെള്ള സാരി ഉടുത്ത ഒരമ്മയും വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകൊച്ചിനെയും കണ്ടു.
എനിക്ക് പരിചയമുള്ള കുടുംബമാണ്. ഞാൻ അവരുടെ ദുഃഖം കണ്ടിട്ട് ചോദിച്ചു, നിങ്ങളുടെ ദുഃഖം തീർന്നില്ലേ? അപ്പം അമ്മ പറഞ്ഞു, അവനെ ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നതാ. അവൻ എന്നെ തീരുമാനം മാറ്റിയത് പറഞ്ഞില്ല. അവൻ ബസ്സിൽ കയറി ഉറങ്ങാൻ വിരി പുതച്ചിരുന്നതാ. ആ സമയത്താണ് ഒരു കൂട്ടുകാരൻ്റെ ഫോൺ വന്ന്, ബൈക്കിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടടാ, നീ പോരുന്നു. ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി കുഞ്ഞ് ഇറങ്ങി ബൈക്കിൻ്റെ പിറകിൽ പുറപ്പെട്ടു. സേലം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റില്ലേ, കൂട്ടുകാരൻ രക്ഷപ്പെട്ടു, അവൻ നഷ്ടപ്പെട്ടു. തിരികല്ലിൽ അരച്ചുകൊണ്ടിരുന്ന 2 പേരിൽ ഒരാള് എടുക്കപ്പെട്ടു, മറ്റേ ആള് തിരസ്കരിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുണ്ട്, മരണം മഹത്വപൂർണ്ണമാകണമെങ്കിൽ മരണത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. വിശുദ്ധയായ ആവിലായിൽ അമ്മ ത്രേസ്യ പറയുകയാണ്, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മുടെ മുൻപിലെ വടക്ക് നോക്കി യന്ത്രമാണ് മരണം. ദിശ തെറ്റാതെ യാത്ര ചെയ്യാൻ മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകട്ടെ. വിളക്ക് കൊളുത്തിയ കന്യകമാരെ, നമ്മുടെ മുൻപിൽ മരണമെന്ന വിളക്ക് കത്തി നിൽക്കട്ടെ. മരണമെന്ന യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ സുസജ്ജമായ വിധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. മരണം എപ്പോൾ കടന്നു വന്നാലും, മരണം തീർത്തും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാലും, മരണത്തെ സർഗാത്മകതയോടെ സജ്ജീകൃതമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? മരണമേ വരിക, മരണമേ സ്വാഗതം. അസീസിലെ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ സഹോദരി മരണമേ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, നീ വരിക, എൻ്റെ കരം നീ പിടിക്കൂ, എന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നീ കൊണ്ടുപോകൂ. പ്രതീക്ഷയോടുകൂടെ മരണത്തെ നോക്കി ജീവിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിരത്തുന്ന അനന്ത സാധ്യതകൾ, അനന്ത ചക്രവാളങ്ങൾ, അത് സ്വർഗത്തിലേക്കുള്ള കരകയറ്റമാക്കാൻ, സ്വർഗത്തിലേക്കുള്ള ഗ്രഹപ്രവേശനമാക്കാൻ നമുക്കൊരുക്കമുള്ളവരായിട്ട് ജീവിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.